ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ നാണം കെട്ട് ഇന്ത്യ മുന്നണി. 14 വോട്ടുകളാണ് പ്രതിപക്ഷത്തു നിന്ന് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് ലഭിച്ചത്. ഐക്യം ശക്തമെന്ന പ്രതിപക്ഷ വാദമാണ് ഇതോടുകൂടി പൊളിയുന്നത്. NDA സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയുടെ തെളിവാണ് വോട്ട് ചോർച്ചയെന്ന് BJP വിലയിരുത്തുന്നു. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ജിഷ്ണു, എന്തായാലും തോറ്റു, അത് അറിയാവുന്ന കാര്യം തന്നെയാണ്, തോൽക്കുമെന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു വോട്ട് ചോർച്ച അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു തിരിച്ചടിയായി മാറുന്നുണ്ട്. വിവരങ്ങൾ. രാഖി, നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് നാട് നീളെ നടന്ന് രാഹുൽ ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോഴാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിരയിലെ, പ്രതിപക്ഷ നിരയിലെ മുഴുവൻ വോട്ട് പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടായിട്ടുള്ളത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് തോൽവി ഉറപ്പായിരുന്നു. അത് സ്വാഭാവികമാണ്. അതായത് നിലവിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം NDAക്കുണ്ട്. പക്ഷേ 324 അംഗങ്ങൾ, 311 അംഗങ്ങൾ NDAക്കുണ്ട്. കൂടാതെ നിലവിൽ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയും മജ്ലിസ് പാർട്ടിയുടെ ഒരു വോട്ടും ഉൾപ്പെടെ 324 അംഗങ്ങളുടെ വോട്ട് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിൽ 315 വോട്ട് തീർച്ചയായും ലഭിക്കുമെന്ന അവകാശവാദം ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഫലപ്രഖ്യാപനത്തിന് മുമ്പേ നടത്തിയിരുന്നു. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം ഈ 315 പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, കൂടാതെ ചില അപ്രതീക്ഷിത വോട്ടുകൾ കൂടി ഈ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ വോട്ടുകൾ ഭരണപക്ഷത്തിന് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 452 വോട്ടുകൾ നേടിക്കൊണ്ടാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി വിജയിച്ചിട്ടുള്ളത്. നിലവിൽ 427 അംഗങ്ങളാണ് NDAക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ചേർത്തുള്ളത്. കൂടാതെ YSR കോൺഗ്രസ്, പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിച്ച YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങളുടേതുൾപ്പെടെ 430 മുകളിൽ വോട്ടുകൾ ലഭിക്കേണ്ടിടത്ത് 452 വോട്ടുകൾ ലഭിച്ചു. അതിൽ പ്രതിപക്ഷ മുന്നണിയുടെ വോട്ടുമുണ്ട്. അതിലെ നാണക്കേടാണ് നിലവിൽ പ്രതിപക്ഷത്തിനുള്ളത്. ഒപ്പം പ്രതിപക്ഷ നിരയിലെ അഭിപ്രായ വ്യത്യാസവും കൂടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന വേളയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ, വോട്ടെടുപ്പിലേക്ക് പോകാതെ ഭരണഘടനാ സ്ഥാനമായിട്ടുള്ള ഉപരാഷ്ട്രപതിയിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കണം, വോട്ടെടുപ്പ് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണെന്നും പ്രതിപക്ഷത്തിൻ്റേത് കൂടാതെ ചില അപ്രതീക്ഷിത വോട്ടുകൾ കൂടി പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കിട്ടും എന്ന അവകാശവാദമായിരുന്നു പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉന്നയിച്ചത്. നിലവിൽ ഇപ്പോൾ ഒരു നാണം കെട്ട തോൽവിയിലേക്ക്, പ്രതിപക്ഷ അംഗങ്ങളുടെ പോലും മുഴുവൻ വോട്ടുകൾ ഉറപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് തെളിവായി മാറുകയല്ലേ ഈ വോട്ട് ചോർച്ച? രാഖി, തീർച്ചയായും അത് 2019 ഒരു മഹാസഖ്യം നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ സഖ്യമുണ്ടായത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി തകർന്നടിയുന്ന കാഴ്ച കണ്ടു. 2024 സമാനമായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. നിലവിൽ അധികാരമില്ലാത്തതിനാൽ ഈ പാർട്ടിയെ എല്ലാം ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനോടകം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ഒപ്പം പരസ്പരം വിശ്വാസമില്ലായ്മ കൂടിയാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് ബീഹാറിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് വകവെക്കാതെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ, B. സുദർശൻ റെഡ്ഡിയെ, തെലങ്കാനയിൽ നിന്നുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. പിന്നീട് വോട്ടെടുപ്പിൻ്റെ സമയത്തും പ്രതിപക്ഷ നിരയിലെ മുഴുവൻ അംഗങ്ങളുടെ പോലും വോട്ടുറപ്പിക്കാൻ സാധിക്കാതെ പരസ്പര വിശ്വാസമില്ലാത്ത നാണം കെട്ട തോൽവിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 767 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ 15 വോട്ടുകളും അസാധുവായി. 752 വോട്ടുകളിൽ ആകെ ശരിയെ സാധുവായി വന്നിട്ടുള്ള 752 വോട്ടുകളിൽ 452 വോട്ടുകൾ NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും കേവലം 300 വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് B. സുദർശൻ റെഡ്ഡിക്കും നേടാനായിട്ടുള്ളത്. ഇത് കോൺഗ്രസിനുള്ളിൽ പോലും വലിയ ചർച്ചയായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് പോലും പ്രതിപക്ഷ MP-മാരുടെ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. കൂടാതെ ചെറിയ കക്ഷികൾ BJPക്കൊപ്പം നിന്നു. പ്രതിപക്ഷ നിരയിലെ ചെറിയ കക്ഷികൾ BJPക്കും NDAക്കും ഒപ്പം നിന്നു. ചില പ്രതിപക്ഷ MP-മാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കി എന്ന ആരോപണവും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ നാണം കെടുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. 14 വോട്ടുകളാണ് പ്രതിപക്ഷത്ത് നിന്ന് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് ലഭിച്ചത്. എന്തായാലും വോട്ട് ചോർച്ചയിൽ വോട്ട് പോയ വഴി പിന്നാലെ പോവുകയല്ലാതെ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.